ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു ഐറ്റം കൊണ്ട് വന്നേക്കുന്നത്. അല്ല, അടാറ് സാധനം, സൂപ്പർ സാധനം, പൊളി സാധനം. ഈ സാധനം നമ്മൾ എല്ലാവരും കഴിക്കുന്നതാണ്. നമ്മളത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ പരിപ്പ് വട നാച്ചുറൽ ആയിട്ട്, പണ്ടത്തെ അമ്മച്ചിമാരെ ഉണ്ടാക്കുന്ന രീതിയിൽ നാച്ചുറൽ ആയിട്ട് എന്തൊക്കെ ഐറ്റംസ് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് വരുന്നു, അതെങ്ങനെ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ട മെയിൻ സാധനം ഇതാണ്. വടപ്പരിപ്പ് ഇത് ഒരു കിലോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കുതിർത്ത് ഒരു മീഡിയം റേഞ്ചിൽ, കണ്ടല്ലോ, ഒത്തിരി അരിഞ്ഞിട്ടുമില്ല, എന്നാൽ അറിയാതെ ഇരിക്കത്തില്ല, ഒരു മീഡിയം റേഞ്ചിൽ ചതച്ചെടുക്കണം ഇതേപോലെ. ഓക്കെ, പരിപ്പുവടയ്ക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുവിന് അരിഞ്ഞേക്കുന്ന ചെറുള്ളി ഇടുക. ഓക്കെ, കുരുവിന് അരിഞ്ഞേക്കുന്ന ഇഞ്ചി, ആവശ്യത്തിന് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന പച്ചമുളക്, ഒറ്റമുളക് ആവശ്യത്തിന് നാടൻ കറിവേപ്പില, വിഷമൊന്നും ഇല്ലാത്ത നാടൻ കറിവേപ്പില. ഇതിന് ആവശ്യമുണ്ടെങ്കിൽ ഇടുക. മല്ലിയില ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. ആവശ്യത്തിന് മല്ലിയില, ആവശ്യത്തിന് പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, നമ്മളെ പരിപ്പുവടയ്ക്ക് ഇളക്കി വെച്ചിരുന്ന പരിപ്പെല്ലാം സെറ്റായിട്ടുണ്ട്. പ്രത്യേകം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയത്, അതായത് നമ്മൾ ഉള്ളി എന്ന് പറയുമ്പോൾ ചെറുള്ളി എടുക്കണ്ടേ, സവാളയല്ല കേട്ടോ. പ്രത്യേകം ഓർക്കണം, ചെറുള്ളി മാത്രം ഉപയോഗിക്കാം, എങ്കിലും ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് വടയുടെ ഷേപ്പിൽ ഉരുട്ടി പതുക്കി കൈക്കകത്ത് വെച്ച് തന്നെ പതുക്കി എണ്ണ ചൂടാക്കി എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ വട ഉണ്ടാക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കേ അരച്ച് വെച്ച മാവ് ഉരുട്ടി വടയുടെ ഷേപ്പിലാക്കി എണ്ണയിലോട്ടിടാം. കണ്ടോ, ഇതുപോലെ പതുക്കണം. വടയുടെ ഷേപ്പിൽ അങ്ങോട്ട് പതുക്കി എണ്ണയിലോട്ട് പതിയെ ഇടുക. ഫ്രണ്ട്സ്, നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല അടാറ് സൂപ്പർ പൊളി സാധനം, ഡെലിഷ്യസ് സാധനം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. പരിപ്പുവട നമ്മൾ പറഞ്ഞ രീതിയിലുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കുക, കഴിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് നമുക്ക് അയച്ചു തരിക. അടുത്ത സാധനം എന്താ ഉണ്ടാക്കണം, നിങ്ങളുടെ കമൻസ് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.